ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റാഗി ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് റാഗി. നമ്മൾ ഇപ്പോൾ ഈ തലശ്ശേരി ഭാഗങ്ങളിലെ മുത്താറി എന്നാണ് പറയാറ്, പഞ്ഞിപ്പുല്ല് എന്ന് പറയുന്ന കൂട്ടറുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും റാഗിക്ക് പല പേരുകളാണ്. അപ്പോൾ അതിനെ കൊണ്ടുള്ള ദോശയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എനിക്കെപ്പോഴും എന്താ പറയുക കൺഫ്യൂഷനാണ്, എന്താണ് നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുക, എന്താ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്തെടുക്കുമ്പോൾ അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാൻ വളരെ സന്തോഷമാണ്. അപ്പം ഞാൻ എന്താണെന്ന് ചെയ്തതെന്ന് വെച്ചാൽ ഒരു അര ഗ്ലാസ് റാഗി എടുത്തിട്ടുണ്ട്. അതിന് കണക്കായിട്ട് ഒരു 1/4 ഗ്ലാസിൻ്റെ അളവിൽ ഉഴുന്നും ചേർത്ത് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് ഒരു 4-5 മണിക്കൂർ വരെ അത് കുതിരാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം രാത്രി മാവ് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. കൈ വെച്ച് നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതവിടെ ഒരു ഓവർനൈറ്റ് നമുക്ക് മൂടി വെക്കാം. രാവിലെ ആകുമ്പോഴത്തേക്ക് മാവ് നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ല മൊരിഞ്ഞ ദോശ കിട്ടാൻ ഇതാണ് കറക്റ്റ് പാകം. കാരണം റാഗിക്ക് കണക്കായിട്ട് ഒരു 1/4 ഗ്ലാസിൻ്റെ അളവിൽ ഉഴുന്നും എടുത്താൽ മതി. അതിൽ വേറെ ചോറോ കാര്യമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് നേരെ മാവിൽ ഉപ്പൊക്കെ ഇട്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഇളക്കി ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ തൂവി കൊടുത്ത് ഒഴിച്ചാൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മൊരിഞ്ഞ റാഗി ദോശ കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എന്തും നമുക്കിതിന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കാം. അപ്പം ഞാൻ എന്തായാലും റാഗി ദോശയ്ക്ക് കോമ്പിനേഷനായിട്ട് ബീറ്റ്റൂട്ട് പാൽക്കറിയാണ് ഉണ്ടാക്കിയത്. എൻ്റെ മോൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. നമ്മുടെ ചാനലിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബീറ്റ്റൂട്ട് പാൽക്കറിയും റാഗി ദോശയാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മോന് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു റാഗി ദോശയാണ് ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ നമുക്ക് കുട്ടികളെ കഴിപ്പിക്കാൻ ഓരോ മാർഗ്ഗങ്ങളുണ്ടാവുമല്ലോ. അത് തന്നെയാണ് ഞാൻ അവൻ്റെ സ്നാക്ക് ബോക്സിലും സ്കൂളിലേക്ക് കൊടുത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.